സ്വതന്ത്ര കർത്താവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. മാറ്റമില്ലാത്ത ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസ്സിൽ കർത്താവെന്ന വലിയ അവസരം ഞാൻ വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദയവായി നിങ്ങളുടെ സ്നേഹിതരോടും ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ പറയണം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവർക്കായും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു മാറാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ നല്ല ശമരിക്കാരൻ്റെ ഭൂമിയിൽ നിന്ന് ചില ആത്മീയ സത്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയൊരു മനുഷ്യൻ, അവൻ ആദാമ്യ വർഗത്തിന് പ്രതിനിധിയാണ്. ഏദൻ പർദീസിൽ നിന്ന് ശാമഹോവിലേക്ക് ഇറക്കിപ്പെടേണ്ടി വന്ന മനുഷ്യവർഗത്തിന് പ്രതിനിധിയാണ് അവൻ. പുരോഹിതനും ലേവിനും അവനെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിന്, കർമാചാരങ്ങൾക്ക്, പഴയ നിയമത്തിൻ്റെ യാഗങ്ങൾക്ക് പാപത്തിലകപ്പെട്ട മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയില്ല. അവർ കൈയൊഴിയുമ്പോൾ ഒരു നല്ല ശമരിയക്കാരൻ സ്വർഗം മഹിമ വിട്ട് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസ്രയനായ യേശുവിൻ്റെ നിഴലാണ് നമ്മൾ പഠിച്ചു. അവൻ യാദൃച്ഛിക വന്നവനല്ല, രക്ഷിപ്പാൻ വേണ്ടി ഇറങ്ങി വന്നവനായിരുന്നു. അങ്ങനെ രക്ഷിച്ച ആ മനുഷ്യനെ വഴിയിൽ ഉപേക്ഷിച്ചവൻ പോയില്ല, വഴിയമ്പലത്തിൽ കൊണ്ടാക്കി. ആ വഴിയമ്പലം ദൈവസഭയ്ക്ക് സാദൃശ്യമാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പാനിടയായി. വഴിയമ്പലക്കാരൻ പരിശുദ്ധാത്മാവിൻ്റെ നിഴലാണ്. ദൈവസഭയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അത് കൊള്ള ചെയ്യപ്പെട്ടവനെ വീണ്ടും കൊള്ള ചെയ്യുന്നതല്ല, മുറിവേറ്റവനെ വീണ്ടും മുറിവ് വരുത്തുന്നതല്ല, വേദനിക്കുന്നവനെ വീണ്ടും വേദനിപ്പിക്കുന്നതല്ല, ആശ്വാസം പകരുന്ന, സന്തോഷം പകരുന്ന, സമാധാനം പകരുന്ന, സ്വാന്തനം പകരുന്ന ഇടമാണ് ദൈവത്തിൻ്റെ സഭ. ദൈവസഭ അങ്ങനെ ആയിരിക്കണം. മുറിവേറ്റു വരുന്നവനെ വീണ്ടും വേദനിപ്പിക്കുന്നിടമായി മാറുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പരിശുദ്ധാത്മാവായിരിക്കണം ദൈവസഭയുടെ നായകനും നടത്തിപ്പുകാരനും. അവിടെ വചനം പ്രസംഗിക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ, പ്രവചിക്കുവാനൊക്കെ ആളുണ്ടായിരിക്കാം. പക്ഷെ അവരിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് ഇടപെടുന്നിടമാണ് ദൈവത്തിൻ്റെ സഭ. മറ്റൊരു പദം അവിടെ എഴുതിയിരിക്കുന്നത് 10:35. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. ഈ 2 വെള്ളിക്കാശ് പുതിയതും പഴയതുമായ നിയമങ്ങളടങ്ങിയ വിശുദ്ധ ബൈബിൾ ആണ് എന്ന് അനേക വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. വ്യാഖ്യാനം ശരിയോ അല്ലാതെയോ ആകാം. പക്ഷെ ദൈവത്തിൻ്റെ സഭയിൽ വചനത്തിനാണ് പ്രാധാന്യം. ദൈവസഭയിൽ എത്തുന്നവനെ വചനം കൊണ്ടാണ് പോഷിപ്പിക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് സാത്താന്യ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവനെ ആശ്വസിപ്പിക്കേണ്ടത് തത്വജ്ഞാനം കൊണ്ടല്ല, പാരമ്പര്യ വാക്കുകൾ കൊണ്ടല്ല, കെട്ടുകഥ പറഞ്ഞല്ല, രസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞല്ല, ചെറുകഥയും നീണ്ടകഥയും പറഞ്ഞല്ല. ദൈവവചനം കൊണ്ട് വേണം ദൈവാലയത്തിൽ വരുന്നവനെ ആശ്വസിപ്പിക്കുവാൻ. വചനത്താലുള്ള ആശ്വാസം ലഭിക്കണം. ഇന്ന് വചനം ദുർലഭമായിരിക്കുന്നു. ശൗമേലിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞ പോലെ വചനം ദുർലഭമായൊരു കാലമാണ്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ശ്ലീഹ പറഞ്ഞു, 2 തിമോത്തിയോസ് 4:1 മുതൽ വായിച്ചാൽ, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശവും കൂടെ ശാസിക്കുക, പ്രബോധിപ്പിക്കുക, തർജ്ജനം ചെയ്യുക. അടുത്തത്, അവർ പഥ്യോപദേശം പൊറുക്കാതെ കണ്ണരസകമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. ഈ കാലം അങ്ങനെ ആയിരിക്കുകയാണ്. വചനത്തിന് സഭകളിൽ സ്ഥാനമില്ലാതാകുന്നു. ദൈവവചനത്തിനായിരിക്കണം ദൈവത്തിൻ്റെ സഭകളിൽ പ്രാധാന്യം നൽകേണ്ടത്. വചനത്താലാണ് ദൈവസഭയിൽ വന്നവനെ രക്ഷ ചെയ്യേണ്ടത്. അധികമൊന്നും ചിലവാകില്ല, ഈ വചനത്തിൽ നിന്ന് ചിലവിടാനുള്ളതേ ഉള്ളൂ. ചില ആടുകളൊക്കെ പബ്ലിക്കിൽ സിനിമാ പോസ്റ്ററുകളും ഉണങ്ങിക്കിടക്കുന്ന മാലിന്യ വസ്തുക്കളും തിന്നുന്ന കാണാം. കാരണം അതിന് തീറ്റ കൊടുക്കുന്നില്ല. ശരി, തീറ്റ കൊടുക്കാത്തത് കൊണ്ടാണ് ഈ മാലിന്യങ്ങൾ തിന്നാനിടയാകുന്നത്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യിരെമ്യാ പ്രവചനം 23:28 മുതൽ, യിരെമ്യാ 23:28, സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ, എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിയ പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കില്ല. ദൈവവചനം തീ പോലെയാണ്,
പാറയെ ചുരുക്കുക ചുറ്റിയ പോലെയാണ്. വചനത്തിനായിരിക്കണം ദൈവസഭയിൽ പ്രാധാന്യത. യെശയ്യാപ്രവചനം 29-13 ഈ ജനം അടുത്തു വന്ന വായ് കൊണ്ടും അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്തകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനയത്രേ. അവൻ ദൈവസഭയിൽ മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പനകൾ ആവർത്തിച്ചുരുടുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നൂതനമായ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ച വചനത്തിൻ്റെ ആത്മീയ സത്യങ്ങൾ, നിർമ്മലമായ ദൈവവചനം ജനത്തിന് നൽകണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനേക പ്രത്യേകതകളുണ്ട്. 19 സങ്കീർത്തനത്തിൽ ദൈവവചനത്തിൻ്റെ 16 പ്രത്യേകതകൾ വിവരിക്കുന്നുണ്ട്. ദൈവവചനത്തിന് മാത്രമുള്ള പ്രത്യേകതയാണത്. 11 അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. വാണിംഗ് എന്ന പദമാണ്. മുന്നറിയിപ്പ് ലഭിക്കുന്നു. ആശ്വാസത്തോടൊപ്പം വചനം മുന്നറിയിപ്പൂടെ നൽകുന്നതാണ്. അപ്പോൾ 1 തികവുള്ളത്, 2 തണുപ്പിക്കുന്നത്, 3 വിശ്വാസ്യമായത്, 4 ജ്ഞാനിയാക്കുന്നത്, 5 നേരുള്ളത്, 6 സന്തോഷിപ്പിക്കുന്നത്, 7 നിർമ്മലമായത്, 8 പ്രകാശിപ്പിക്കുന്നത്, 9 നിർമ്മലമായത്, 10 നിലനിൽക്കുന്നത്, 11 സത്യമായത്, 12 നീതിയുള്ളത്, 13 ആഗ്രഹിക്കത്തക്കത്, 14 മധുരമായത്, 15 പ്രബോധിപ്പിക്കുന്നത്, 16 പ്രതിഫലം നൽകുന്നത്. ഈ വചനം മാറ്റിവെച്ച് പാരമ്പര്യങ്ങൾക്കും കെട്ടുകഥകൾക്കും പുറകെ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം പോകുന്നു. മുമ്പേ വായിച്ചതുപോലെ എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പന. പ്രിയ സ്നേഹിതരെ, എല്ലാ ദിവസവും ഒരേ ചൊല്ലുത്തും മനഃപ്പാടമാക്കിയ ഒരേ പാട്ടും ഓരോ പ്രബോധനവും ഒരേ ആരാധന രീതിയും പിന്തുടരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മുറിവേറ്റ് വഴിയമ്പലത്തിൽ വന്നവന് വചനത്താൽ പോഷണം നൽകണം. നിങ്ങൾക്കറിയാമോ ഈ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത? ഓരോ വ്യക്തിക്കുമുള്ള ദൈവീയ ദൂതുകൾ, ദൈവീയ ആലോചനകൾ, ദൈവീയ മുന്നറിയിപ്പുകൾ പുസ്തകത്തിലുണ്ട്. അപ്പൻ മക്കളോടെങ്ങനെ പെരുമാറണം, മക്കൾ അപ്പനോടെങ്ങനെ പെരുമാറണം, ഭാര്യ ഭർത്താവിനോടെങ്ങനെ പെരുമാറണം, ഭർത്താവ് ഭാര്യയോടെങ്ങനെ പെരുമാറണം, സഭാശുശ്രൂഷകൻ വിശ്വാസിയോടെങ്ങനെ പെരുമാറണം, വിശ്വാസി എങ്ങനെ സഭാശുശ്രൂഷയോട് പെരുമാറണം, മൂത്തവൻ ഇളയവനോട്, ഇളയവൻ മൂത്തവനോട്, മൂത്ത സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, ഇളയ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, ഭരണാധികാരിയോട് എങ്ങനെ പെരുമാറണം, ഇതെല്ലാം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകം പറഞ്ഞു, ഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുക, അതിലൊന്നും നീ കാണാതെ ഇരിക്കുകയില്ല. എല്ലാം മനുഷ്യൻ്റെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം വിശുദ്ധ ബൈബിളിൽ ദൈവം നൽകിയിട്ടുണ്ട്. മനുഷ്യൻ്റെ കുഴപ്പം മനുഷ്യത് അന്വേഷിക്കുന്നില്ല, വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. നോക്കുക, 1 തിമോത്തിയോസ് 5:1 മുതൽ, മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടും സഹോദരിമാരെ പോലെയും പ്രബോധിപ്പിക്കുക. മറ്റൊരു വാക്യം കൂടെ, എഫേസ്യ ലേഖനം 6:1 മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സുണ്ടാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാക്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അടുത്തത്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. അപ്പോൾ അപ്പന്മാർക്കുള്ള ദൂത്, അമ്മമാർക്കുള്ള ദൂത്, മക്കൾക്കുള്ള ആലോചന, ഭാര്യയ്ക്കുള്ളത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്നേഹിപ്പീൻ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കർത്താവിൽ ഉചിതമാവണ്ണം അനുസരിപ്പിൻ, കീഴടങ്ങി. അങ്ങനെയുണ്ട്. അപ്പം ദൈവവചനത്തിലെല്ലാം ഉണ്ട്. ഇവിടെ മുമ്പേ ഒരു പദം കേട്ടോ, മൂത്ത സഹോദരിമാരെ അമ്മയെപ്പോലെയും ഇളയ സഹോദരിമാരെ പെങ്ങന്മാരെ പോലും കരുതാണ് വേദപുസ്തകം പറയുന്നത്. എന്താണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നാട്ടിലൊക്കെ നടക്കുന്നത്? എണ്ണത്തിനൊത്തവണ്ണം വേദപുസ്തകമുള്ള വീട്ടിൽ നിന്ന് വരുന്ന പിള്ളേർ വഴിതെറ്റാൻ കാര്യമെന്താണ്? എന്തൊക്കെയാണ് വഷളത്വം? സ്വന്തം ടീച്ചർമാരോട് എത്ര അപമര്യാദയായി ഇന്നത്തെ ചെറുപ്പക്കാർ ഗുരുക്കന്മാരോട് പെരുമാറുന്നു. അമ്മയമാരേക്കാൾ പ്രായമുള്ള സ്ത്രീകളെ വഷളാക്കുന്നു, ദേഹോപദ്രവമേൽപ്പിക്കുന്നു, അന്യായം ചെയ്യുന്നു, ബലാത്കാരം ചെയ്യുന്നു. പ്രിയ സ്നേഹിതരെ, ക്രിസ്തീയ മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട നല്ല ക്രിസ്തീയ നാമം ഉള്ള കുഞ്ഞുങ്ങൾ പോലും, ചെറുപ്പക്കാർ പോലും എന്തുകൊണ്ട് അമ്മയുടെ പ്രായമുള്ള അല്ലെങ്കിൽ പെങ്ങന്മാരെ പോലെയുള്ളവരോട് അപമര്യാദയായി പെരുമാറുന്നു, ദോഷം ചെയ്യുന്നു?
അധ്യാപകരോട് ദോഷം ചെയ്യുന്നത് എന്തുകൊണ്ട് മനുഷ്യജീവന് വില നൽകുന്നില്ല? വെട്ടിനുറുക്കുന്നു. മനുഷ്യ രക്തം കണ്ടിട്ട് സങ്കടമില്ലാത്തതുകൊണ്ടാണ്. ഈ ദിവസങ്ങളൊക്കെ വരുന്ന കോടതി വിധികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കേസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എത്രയോ ക്രിസ്തീയ വീടുകളിൽ ജനിച്ചു വളർത്തപ്പെട്ട മക്കൾ, കുഞ്ഞുങ്ങൾ പോലുമാണ് കൊലകൾ ചെയ്യുന്നത്, നിസ്സാരമായ കാര്യങ്ങൾക്ക് നീചപ്രവർത്തികൾ ചെയ്യുന്നത്, മഹളത്വങ്ങൾ ചെയ്യുന്നത്. എന്താണ് കാരണം? ഇന്ന് ദൈവവചനം അവരെ പഠിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം പാപത്തെ വെറുക്കുന്നതാണ്, പാപം ചെയ്യുന്നത് നിർത്തിക്കുന്നതാണ്. നിന്റെ വചനം എൻ്റെ ഉള്ളിൽ ഉള്ളത്തോളം എനിക്ക് പാപം ചെയ്യുവാൻ കഴിയില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ശ്രദ്ധിക്കൂ, എത്രയോ TV ചാനലുകൾ ഇന്നുണ്ട്. അതിൽ ദൈവവചനം പ്രസംഗിക്കുന്ന 24 മണിക്കൂറും വചനം ഘോഷിക്കുന്ന ഒത്തിരി ചാനലുകളുണ്ട്. പക്ഷേ ഇന്നത്തെ എത്ര മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു നേരമെങ്കിലും, അരമണിക്കൂറെങ്കിലും വചനം ശ്രദ്ധിക്കാൻ പ്രേരണ നൽകുന്നുണ്ട്? നൂറുകണക്കിന് ചാനലുകൾ മഹളത്വവും മ്ലേച്ഛതയും ദുഷ്ടതയും വിദ്വേഷവും കോപവും പകയും പിണക്കവും വർദ്ധിപ്പിക്കുന്ന, പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന, ജഡത്തിന് തീറ്റി കൊടുക്കുന്ന അനേക കാഴ്ചകൾ, മലിമസമായ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് TV ചാനലുകൾ അങ്ങനെ നിറയുമ്പോൾ മറ്റൊരു വശത്ത് ഇൻ്റർനെറ്റ്, അതിനേക്കാൾ വഷളത്വം, അതിനേക്കാൾ അഴുക്കിയാൽ 24 മണിക്കൂറും ഇന്നത്തെ യുവലോകം അതിൻ്റെ പുറകെയാണ്. ദൈവവചനം ശ്രദ്ധിപ്പാൻ നേരമില്ല, വചനം അന്വേഷിപ്പാൻ നേരമില്ല. അതവർ ഔട്ട് ഓഫ് ഫാഷനാണ്, അതവർക്ക് ബോറിങ്ങാണ്. അപ്പോൾ തന്നെ ദൈവസഭയുടെ അവസ്ഥയോ, ആരാധനാലയം എന്ന് പറയുന്ന ഇടങ്ങളിലെ അവസ്ഥയോ? ഇതിനകത്ത് വരുമ്പോൾ പോലും അവർക്ക് വചനം നൽകുന്നുണ്ടോ? ഭേദാഭേദങ്ങളെ വിഭജിച്ച് നന്മ തിന്മകളെ തള്ളി അധാർമികതയും ധാർമ്മികതയും തിരഞ്ഞ് കൊടുക്കുന്ന വചനം അവരുടെ ഉള്ളിലാക്കുന്നില്ല. അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് ആരാധന കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പോലും ഈ വഷളത്വം ചെറുപ്പക്കാർ ചെയ്യുന്നത്. പ്രിയ സ്നേഹിതരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ശമരിയക്കാരൻ്റെ ഉപമയിൽ നല്ല ശമരിയക്കാരൻ അവനെ രക്ഷ ചെയ്ത് വഴിയമ്പലത്തിൽ കൊണ്ടാക്കുന്നു. വഴിയമ്പലത്തിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനുണ്ട്. വഴിയമ്പലത്തിൽ വചനത്താലുള്ള പോഷണമുണ്ട്. ഞങ്ങളെ പല സ്ഥലങ്ങളിൽ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, ചെറുപ്പത്തിലെ തന്നെ ദൈവവചനം നിങ്ങളുടെ തലമുറയുടെ ഉള്ളിലാക്കുക. ദൈവവചനം വാണിംഗ് നൽകുന്നതാണ്, തെറ്റിനെ മുന്നറിയിപ്പ് നൽകുന്നതാണ്, അശുദ്ധിയും വിശുദ്ധിയും വേർതിരിച്ച് കാണിക്കുന്നതാണ്, മലിനവും നിർമ്മലിനവുമായത് കാണിക്കുന്നതാണ്, അഴുക്കും വിശുദ്ധിയും തമ്മിൽ വേർതിരിക്കുന്നതാണ്, നിത്യതയും നിത്യനരകവും കാണിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ തലമുറയെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ അവർക്ക് വചനം നൽകുക. ദൈവവചനത്തോട് ആഭിമുഖ്യമുള്ളവരാക്കി അവരെ വളർത്തുക. വചനം വായിപ്പാൻ അവരെ പ്രേരിപ്പിക്കുക, അനുസരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുക. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ചർച്ചകളിൽ കെട്ടുകഥകൾ പ്രസംഗിക്കാതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സമയം വളരെ ചെലവഴിക്കാതെ വചനത്തിന് പ്രാധാന്യം നൽകുക. ദൈവസഭയ്ക്കകത്ത് വരുന്നവനെ രക്ഷ ചെയ്യേണ്ടത് വചനത്താലാണ്. വചനത്താലുള്ള പോഷണം നൽകുക. നിങ്ങളുടെ തലമുറ വചനം കേൾക്കാൻ നിർബന്ധിക്കുക. എവിടെ ആര് ദൈവവചനം നിർമ്മല സുവിശേഷം പ്രസംഗിക്കുന്നു, അത് കേൾക്കാൻ പോകുന്ന നിങ്ങളുടെ തലമുറയെ വിലക്കാതിരിക്കുക. അവിടെ പോകരുത്, അത് കേൾക്കരുത് എന്ന് പറയരുത്. ദൈവവചനം കേട്ടാൽ അവർ മാനസാന്തരപ്പെടട്ടെ. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ മലിനമസമായ അനേക ചിന്തകൾ കൊണ്ട് യുവലോകത്തിൻ്റെ ഹൃദയം നിറയപ്പെടുന്നു. പാപം ചെയ്യുവാനുള്ള എല്ലാ പുത്താശകളും സാത്താൻ ഇന്നത്തെ സംവിധാനം ചെയ്തു കൊടുക്കുന്നു. പക്ഷെ ദൈവവചനം ശ്രദ്ധിപ്പാൻ, അനുസരിപ്പാൻ ഇന്ന് ആർക്കും നേരമില്ല. ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്നവരെ അപമാനത്തോടും ആക്ഷേപത്തോടും കൂടെ കാണുന്നു. അത് പിശാചിൻ്റെ ഏറ്റവും വലിയ വഞ്ചനയാണെന്ന് നിങ്ങൾ അറിയണം. വചനം കേൾക്കാൻ അനുവദിക്കാതെ അഴുക്കിയാലിൽ, അശുദ്ധിയുടെ ജാലിൽ പിശാച് ജനലക്ഷങ്ങളെ കുടുക്കിയിട്ടിരിക്കുന്നു. ഞങ്ങളുടേതാണ് ശരി, ഞങ്ങളുടെ പാരമ്പര്യം ആണ് ശരി, ഞങ്ങൾ പറയുന്നതാണ് ശരി, ഇതേ ശരിയുള്ളൂ. ഈ നിലയിൽ ജനത്തെ അന്ധകാരത്തിൽ പിശാച് തളച്ചിരിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, യാദൃച്ഛികമായിട്ടായിരിക്കാം നിങ്ങൾ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്നത്. ദൈവവചനം നിങ്ങൾ വായിക്കൂ. വചനത്താലുള്ള പോഷണം നിങ്ങൾ ലഭിക്കട്ടെ. നിങ്ങളുടെ തലമുറയെ ദൈവോത്മുഖമായി വളർത്തൂ. തലമുറയെ വചനം പഠിക്കാൻ പ്രേരിപ്പിക്കൂ, വചനം വായിക്കാൻ പ്രേരിപ്പിക്കൂ, ഇതനുസരിക്കാൻ പ്രേരിപ്പിക്കൂ. ഈ വചനത്തിലെ വചനം വായിച്ച് കേൾപ്പിക്കുന്നവൻ, ഇതെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാണ്. നല്ല ശമരിയക്കാരൻ അവനെ വഴിയമ്പലത്തിൽ കൊണ്ടാക്കി. വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചു. മുമ്പേ ഓർപ്പിച്ചതുപോലെ 2 വെള്ളിക്കാശ് നൽകി
അതിനുശേഷം അയാൾ പിറ്റേ ദിവസം രാവിലെ പോവുകയാണ്. ആ രാത്രിയിൽ അവിടെ വസിച്ച ശേഷം അയാൾ പോവുകയാണ്. ഇനിയും അനേകരെ അദ്ദേഹത്തിന് രക്ഷ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹം പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്. അതാണ് വളരെ വലിയ വലിയ സന്തോഷവും പ്രത്യാശയും നൽകുന്ന വസ്തുത. എന്നാൽ ശമര്യക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഇവനെ രക്ഷ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ വരും വരെയും ഇവനെ കാര്യം നോക്കണം. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ വീണ്ടും ഞാൻ പറയുന്നു, നീ അനാഥനല്ല. നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ സൂക്ഷിക്കുവാൻ, നിനക്കാലോചന പറഞ്ഞിരുവാൻ നല്ല കാര്യസ്ഥനായ പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ കർത്താവ് പോകുമ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരില്ല. ഞാൻ പോയിട്ട് കാര്യസ്ഥനെ നിങ്ങളുടെ മധ്യ അയക്കും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിനും നിങ്ങളെ വഴി നടത്തും. പാരക്ലീത്ത എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആശ്വാസപ്രദൻ. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കർത്താവ് നമുക്ക് അയച്ചു തന്നു. സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തികളോട് സംസാരിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. മുറിവേറ്റവനെ പരിശുദ്ധാത്മാവ് രക്ഷ ചെയ്യുന്നു. എന്നാൽ ഈ ശമര്യക്കാരൻ പറഞ്ഞു, ഞാൻ വീണ്ടും വരും, ഞാൻ വീണ്ടും വരും, ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജനലക്ഷങ്ങളോട് ഞാൻ വിളിച്ചു പറയാനുള്ള ദൂതുണ്ട്. വേദപുസ്തകം വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ സന്ദേശം, ദൂത് ഈ നല്ല ശമര്യക്കാരൻ മടങ്ങി വരുമെന്നുള്ളതാണ്. ലോകത്തിലെ ഒരു നേതാവും പറഞ്ഞിട്ട് പോയിട്ടില്ല ഞാൻ മടങ്ങി വരാമെന്ന്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ മടങ്ങി വരാമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ നല്ല ശമര്യക്കാരനായ നസ്രയനായ യേശു മാത്രമേ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ പിന്നെയും വരും, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഒരു വാക്യം കൂടെ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുവിനെ റോമൻ ഗവർണറായ പീലാത്തോസ്, മഹാപുരോഹിതന്മാർ ഇവർ വിസ്തരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മഹാപുരോഹിതൻ യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു. 62-ാം വാക്യം, മത്തായി സുവിശേഷം 26-62. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറഞ്ഞ് എന്തെന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതെയിരുന്നു. മഹാപുരോഹിതൻ പിന്നെയോ അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക, ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത പദം, യേശു അവനോട്, ഞാനാകുന്നു. ഇനിയും മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. നിരവധി ചോദ്യങ്ങൾക്ക്, പിലാത്തോസിൻ്റെ ചോദ്യത്തിനും മഹാപുരോഹിതൻ്റെ ചോദ്യത്തിനും യേശു നിശബ്ദനായിരുന്നു. പിലാത്തോസും ഇതുപോലെ അനേക ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ യേശു നിശബ്ദനായിരുന്നു. എന്നാൽ പിലാത്തോസ് ചോദിച്ചു, നിന്നെ വിട്ടയക്കാനും നിന്നെ ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു റെസ്പോണ്ട് ചെയ്തു, മേൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് നിൻ്റെ മേൽ ഒരു അധികാരവുമില്ലെന്ന് പറഞ്ഞു. അതേ കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, മഹാപുരോഹിതൻ പല ചോദ്യങ്ങൾ ചോദിച്ചു മിണ്ടാതിരുന്നു. ഞാൻ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് ചോദിച്ചപ്പോൾ യേശുവിൻ്റെ മറുപടി, ഞാനാകുന്നു. ഇനിയും മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവും മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയി. വഴിയാധാരജീവിയായി, നിരാലംബനായി, ആശയറ്റവനായി, അർത്ഥപ്രാണനായി, കള്ളന്മാരാൽ കൊള്ള ചെയ്യപ്പെട്ടവനായി, എല്ലാ സമാധാനവും സ്വസ്ഥതയും എടുത്തു കളയപ്പെട്ടവനായി, ജീവൻ പോകേണ്ട അവസ്ഥയിൽ, പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിൽ കിടന്ന മനുഷ്യനെ തേടി നല്ല ശമര്യക്കാരൻ വന്നു. നസ്രയനായ യേശു വന്നു, അവനെ രക്ഷിച്ചു. ഞങ്ങൾക്ക് ഈ മർമ്മം പറയുമ്പോൾ കണ്ണ് നിറയാതെയും ഉള്ളം വിതുമ്പാതെയും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഇത് മനസ്സിലാവൂ. അവനെ കർത്താവ് രക്ഷിച്ചു. ദൈവസഭയാകുന്ന വഴിയമ്പലത്തിൽ കൊണ്ടാക്കി, പരിശുദ്ധാത്മാവിൻ്റെ വിചാരണയിലാക്കി. പക്ഷെ പോകുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മടങ്ങി വരും. നിങ്ങൾ ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, ഈ മനുഷ്യൻ, വഴിയമ്പലത്തിൽ കിടക്കുന്ന ഈ മനുഷ്യൻ, അവൻ ബോധം തെളിഞ്ഞപ്പോൾ മുതൽ അവൻ റോഡിലേക്ക് നോക്കുകയാണ്, പുറത്തേക്ക് നോക്കി കിടക്കുകയാണ്. അവൻ്റെ ഏക ലക്ഷ്യവും ഏക പ്രത്യാശയും ഏക ആശയും ഈ നല്ല ശമര്യക്കാരൻ്റെ വാക്കിലാണ്. എന്താണ് നല്ല ശമര്യക്കാരൻ പറഞ്ഞത്? ഞാൻ മടങ്ങി വരും, ഞാൻ മടങ്ങി വരും. അവൻ്റെ നോട്ടവും അവൻ്റെ കിടപ്പും എല്ലാം ആ നല്ല ശമര്യക്കാരൻ്റെ വരവ് പ്രതീക്ഷിച്ച ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ യേശുവിൻ്റെ മടങ്ങി വരവാണ്. കാര്യകാരണ സഹിതം ഞങ്ങളത് പലപ്പോഴും പ്രസംഗിച്ചു കഴിഞ്ഞു. ലോകം യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവർ, രക്ഷിക്കപ്പെട്ടവർ, ദൈവസഭയുടെ അംഗങ്ങൾ യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് നോക്കി പാർക്കുന്നവരാണ്. സ്നേഹിതരെ, നിങ്ങൾ യേശുവിൻ്റെ വരവ് നോക്കി പാർക്കുന്നുണ്ടോ? യേശു വരും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? യേശു മടങ്ങി വന്നാൽ
അവൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവനോടൊപ്പം നിങ്ങൾ പോകുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പ് പ്രാപിക്കണം. ക്രിസ്തീയ സഭയുടെ ആരംഭകാലത്തെ പ്രത്യാശ വാക്കുകൾ, പ്രത്യാശ ഗാനങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവോട് ബന്ധപ്പെട്ടായിരുന്നു. ആരംഭകാലത്ത് ക്രിസ്ത്യാനികൾ കഷ്ടം സഹിക്കുന്നവരായിരുന്നു, പീഡ അനുഭവിക്കുന്നവരായിരുന്നു. അതിക്രൂരമായ പീഡകളിലൂടെ കടന്നുപോയി. അന്നത്തെ ഭരണാധികാരികൾ അവരെ പീഡിപ്പിച്ചു, അന്നത്തെ സാമുദായിക സഭകൾ അവരെ പീഡിപ്പിച്ചു, അന്നത്തെ പ്രധാന മതവിഭാഗങ്ങൾ അവരെ പീഡിപ്പിച്ചു. നമുക്കറിയാം, ക്രിസ്ത്യ സഭയുടെ ആരംഭം മുതൽ യഹൂദ സഭ അവനെ പീഡിപ്പിച്ചു, റോമാക്കാർ അവനെ പീഡിപ്പിച്ചു, ഭരിക്കുന്നവർ പീഡിപ്പിച്ചു. ഇന്നും യഥാർത്ഥ സഭ പീഡനത്തിലൂടെ പോകുന്നു. ഈ പീഡനങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ദൈവസഭയെ അഭിമുഖീകരിക്കുമ്പോഴും ക്രിസ്തീയ സഭ നിലനിൽക്കുവാൻ കാരണം, നല്ല ശമരിയക്കാരൻ ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയി, വേദനയില്ലാത്ത സങ്കടമില്ലാത്ത നാട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞു പോയി. ആ കാലഘട്ടത്തിൽ കഷ്ടതയുടെ നാളുകളിലൊക്കെ ദൈവസഭ പാടിയതെല്ലാം തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ്റെ രക്ഷിതാവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പാട്ടുകളായിരുന്നു. അവരെ നിലനിർത്തിയതും നിലനിർത്തുന്നതും ആ പ്രത്യാശയായിരുന്നു. നിങ്ങൾക്കറിയാം, എത്രയോ മനോഹരമായ ഗാനങ്ങളുണ്ട്. എന്നു വരും, എപ്പോൾ വരും, പോയതുപോൽ മണവാളനെ, മൾപ്രിയനേ, എന്നേശു നായകനേ, എപ്പോൾ വരും, കാത്തുകാത്തേകനായി നിന്മര ഓർത്തു ഞാൻ, എത്ര നാൾ കാത്തിടണം. ഇങ്ങനെ അനേക ഗാനങ്ങൾ, എത്രയോ പ്രത്യാശ നിർഭരമായ ഗാനങ്ങൾ. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. ഇങ്ങനെ അനേക നല്ല ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിയിൽ, മലയാളത്തിലും ഇംഗ്ലീഷിലും ലോകത്തിൽ അനേക ഭാഷകളുണ്ട്. ദൈവത്തിൻ്റെ സഭാ പ്രത്യാശ ഗാനങ്ങൾ പാടി തങ്ങളുടെ പ്രാണപ്രിയൻ്റെ വരവ് കാത്തിരിക്കുന്നു. തങ്ങളെ രക്ഷിച്ച, തങ്ങളെ ദൈവസഭയിലാക്കിയിട്ട് പോയ, പരിശുദ്ധാത്മാവിൻ്റെ വിചാരണയിലാക്കിയിട്ട് പോയ നല്ല മണവാളൻ എപ്പോൾ വരും, കാത്തുകാത്തേകനായി നിൻവരെ ഓർത്തു ഞാൻ, നാളത്ര നീക്കിയൻ യേശുദേവാ. പ്രൈസ് ലോർഡ്. പ്രിയ സ്നേഹിതരെ, ലോകം മുഴുവൻ എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആ പ്രത്യാശയുണ്ടോ? യേശു മടങ്ങി വരും. ലോകസംഭവം അല്ലാതെ വിളിച്ചറിയിക്കുന്നു. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമെന്ന് കർത്താവ് പറഞ്ഞു. ലോകത്തിന് ഈറ്റുനോവ് പിടിച്ചിരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമെന്ന് ബൈബിൾ പറഞ്ഞു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുവാൻ പോകുന്നു. ശാപ്രമണഞ്ഞു, നിന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, നിന്റെ മൃതന്മാർ എഴുന്നേൽക്കും. ആ കാലം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയി. വേദപുസ്തകത്തിൽ അനേക വാക്കുകൾ, വാക്തത്വങ്ങളുണ്ട് യേശുവിൻ്റെ വരവിനെ കുറിച്ച്. എന്നാൽ ഞാൻ മടങ്ങി വരാം എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് മതി ദൈവസഭയ്ക്ക് യേശുവിൻ്റെ വരവിൽ പ്രത്യാശ വെക്കാൻ. കാരണം വാക്കുമാറാത്തവനാണ്. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി മാറ്റപ്പെടും, എൻ്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം മാറ്റപ്പെടും, പക്ഷേ എന്നോട് വാക്ക് പറഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ വാക്ക് മാറില്ല. സഭയോട് അവൻ വാക്ക് പറഞ്ഞിട്ട് പോയി, ഞാൻ മടങ്ങി വരും. എപ്പോൾ അവൻ മടങ്ങി വരും? എങ്ങനെ അവൻ മടങ്ങി വരും? ഈ നല്ല ശമരിയക്കാരൻ ഈ മടങ്ങി വരുന്നത് ദൈവസഭയുടെ മണവാളനായിട്ടാണ്, രാജാവായിട്ടാണ്, ലോകത്തിലെ രാജാവായിട്ടാണ്, മരിച്ചവരെ ന്യായം വിധിക്കാൻ പോകുന്ന ന്യായാധിപതിയായിട്ടാണ്. 3 വിധത്തിൽ ദൈവപ്രത്യക്ഷത ഇനി ഉണ്ടാകും. യേശുവിൻ്റെ മടങ്ങിവര് ലോകജാതികളെ 3 വിധത്തിൽ എഫക്റ്റ് ചെയ്യും. ഒന്ന്, ദൈവസഭയ്ക്ക് അവൻ മണവാളനായി വരും. ലോകത്തിനവൻ രാജാതിരാജാവായി വരും. പാപം ചെയ്ത് മാനസാന്തരപ്പെടാൻ നിത്യ നരകത്തിന് പാത്രീഭൂതരായി ഇപ്പോൾ യാതനാസ്ഥലത്ത് കിടക്കുന്നവർക്ക് അവൻ ന്യായാധിപതിയായി മടങ്ങി വരും. യേശു നിങ്ങൾക്ക് എങ്ങനെയാണ് മടങ്ങി വരാൻ പോകുന്നത്? മണവാളനായിട്ടോ? നമ്മുടെ പ്രാണപ്രിയനെ കണ്ണോട് കാണുവാൻ, മുഖത്തോട് മുഖം കാണുവാൻ, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച, നമുക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്ത, നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റി നൽകിയ, നമുക്ക് വേണ്ടി സ്വർഗ്ഗോന്നതങ്ങൾ വിട്ട് താണലേഖത്തേക്ക് ഉറങ്ങി വന്ന, നിൻ്റേതൊന്നും എനിക്ക് വേണ്ട, എൻ്റേതെല്ലാം ഞാൻ നിനക്ക് തരുന്നു പറഞ്ഞ് നമ്മെ രക്ഷ ചെയ്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരാറായി. ഈ പ്രഭാഷണം കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ന് വരെയും യേശുവിൻ്റെ വരവിനായി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരുങ്ങുക. അവൻ്റെ വരവിൽ പ്രത്യാശ വയ്ക്കുക. അവൻ്റെ വരവിൽ പ്രത്യാശ വയ്ക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു മടങ്ങി വരാറായി. ഈ പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം ധാരാളം കർത്താവ് തന്നു കഴിഞ്ഞു. നിങ്ങൾ കൂടി നടക്കുന്ന സഭ ദൈവസഭയാണോ എന്ന് നിങ്ങൾ വിചിന്തനം ചെയ്യുക. ഈ സഭയിൽ നടക്കുന്ന വചനം നിങ്ങളുടെ ആത്മാവിൻ്റെ പോഷകത്തുള്ളതാണോ എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ ഭാവവാക്കാകുവാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. യേശു മടങ്ങി വരാറായി. അവനെ എതിരേൽപ്പാൻ ഒരുങ്ങുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവർക്കായും അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ രക്ഷിച്ച യേശു
ഞങ്ങളെ വിടുവിച്ച യേശു തക്ക സമയത്ത് ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിച്ച അവസാനത്തുള്ളി രക്തം വരെ ഞങ്ങൾ കൂറ്റി നൽകിയ ദൈവസഭയായി ദൈവസഭയിൽ ഞങ്ങളെ കൊണ്ടാക്കിയ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ച നല്ല കർത്താവ്, നല്ല ശമരിയക്കാരൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ പ്രാണപ്രിയൻ, ഞങ്ങളുടെ ആത്മമണാളൻ, രാജാതിരാജാവായി മടങ്ങി വരുന്ന കാലമാസന്നമായല്ലോ. ലോകസംഭവം എല്ലാം അത് വിളിച്ചറിയിക്കുന്നു. ഞങ്ങളുടെ പ്രഭാഷണം കേൾക്കുന്ന മാന്യ സ്നേഹിതർക്ക് ഞങ്ങളുടെ വരവിനായി ഒരുങ്ങുവാൻ ഈ അവസരം നൽകണമേ. നിന്റെ കൽപ്പനയനുസരിച്ച് വേർപാടിന് വിശുദ്ധി അങ്ങേ ആരാധിച്ച് അങ്ങേ മാത്രം നോക്കി പാർക്കുവാൻ ഈ ജനത്തെ ഒരുക്കിയാട്ട്. ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിരാശപ്പെടുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സങ്കടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളോട് ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവകരം നീട്ടണമേ, നീ അവരെ വിടുവിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. അവിടെ കരം നീട്ടിയിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അടുത്തയാഴ്ച ഇതേ സമയത്ത് ഈ പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സ്നേഹിതരോട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.